മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്നിവിടെ നമ്മൾ ചക്കക്കുരു മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മാങ്ങ, ഒരു പച്ചമാങ്ങ, ഒരു 4 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ, പിന്നെ 2-3 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം, ഇത്രയും വെള്ളം മതി, അല്ലെങ്കിൽ ഇതിങ്ങനെ ആ ഒരു ബൗളിൽ ജാറിൻ്റെ പുറത്തോട്ടൊക്കെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുവേ. അപ്പോൾ കറക്റ്റ് അതാ. പിന്നെ തേങ്ങയുടെ നെകയ്ക്ക് വെള്ളം ഒഴിച്ചാൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകത്തില്ലേ. ഇത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണേ. ഇതുപോലെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഈ മാങ്ങയും ഈ ചക്കക്കുരുവും കൂടെ അങ്ങ് ഇട്ടേക്കണേ. ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒരു 2-3 വിസിൽ അങ്ങ് ഇട്ടേക്കണേ. ഈ ചക്കക്കുരു മാങ്ങ കറി നല്ലപോലെ ഈ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് വേവിച്ചാൽ മതിയേ. ഇനി ഞാനിത് കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ അടിച്ചെടുക്കുവാണേ. അന്നേരത്ത് തന്നെ ഈ തേങ്ങയൊക്കെ നമുക്ക് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. നമ്മൾ ഈ ചക്കക്കുരു ഒരു 3 വിസിലടിച്ച് കുക്കറിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചക്കക്കുരു ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതൊന്ന് ഉടച്ചെടുക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാം ഉടച്ചില്ലെങ്കിലും കുറച്ച് ചക്കക്കുരു ആണേലും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മാങ്ങയൊക്കെ നന്നായിട്ട് നമ്മൾ കുക്കറിലിട്ട് അടിച്ച കാരണം മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ചക്ക മാങ്ങ അതിൻ്റെയൊക്കെ സീസൺ അല്ലേ, അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ അതെല്ലാവരും ഉപയോഗിക്കാൻ നോക്കണം. ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിന്നെ വില കുറച്ച് കാണരുത് ചക്കക്കുരുവൊക്കെ കേട്ടോ. നല്ല പ്രോട്ടീനുള്ള സാധനമാണ്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയായി ഇപ്പം തന്നെ. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോഴാണ് അങ്ങനെ ആകുന്നത്. നമ്മളിത് നല്ലൊരു ചീനിച്ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണേ. ഇപ്പം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തേക്കണേ. സ്വല്പം വെള്ളം കൂടെ ഈ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടെ അങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് ഒരു കുറുകിയ ഒരു കറിയാണ് കേട്ടോ, അല്ലാതെ ഭയങ്കരമായിട്ട് ലൂസായിട്ട് കിടക്കുന്ന കറിയല്ല. ഈ ചക്കക്കുരു ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഈ ചക്കക്കുരുവും മാങ്ങയും കൂടെ വേവിച്ചേക്കുന്നത്. എന്നാലും നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കേക്കണേ. ഇനി നമുക്കിത് ഗ്യാസ് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാവേ. നമ്മളിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാകുന്നിടം വരെ ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണേ. തിളച്ചു പോകരുത് ഈ കറി. ഈ ചക്കക്കുരുവും മാങ്ങയും ചെമ്മീനും കൂടി ഇട്ടൊരു കറി വെക്കുവേ. അതിനകത്ത് ഇതുപോലെ ചക്കക്കുരു ഉടച്ചൊന്നും കൊടുക്കരുതേ, അത് വെന്ത് കിടന്നാൽ മതി. പക്ഷേ ഈ ചക്കക്കുരു മാങ്ങ കറിക്ക് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. ഒരു തിക്കായിട്ട് ഇങ്ങനെ വരണം. ഇത് കണ്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവി വരാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ. തിളയ്ക്കാതെ കഴിയുന്നതും തിളയ്ക്കാതെ നോക്കണം. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ആ അരപ്പിൻ്റെ ആ ഒരു പച്ചമണവും ആ ഒരു ടേസ്റ്റും എല്ലാം അങ്ങ് മാറി നല്ലൊരു ഗ്രേവിയായിട്ട് മാറും ഇത്. ഇനി നമുക്കിത് മാറ്റിയിട്ട് കടുക് വറുത്ത് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണേ. 1/2 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. ഈ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ വേണം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോവേ. മുളകൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷമാണ് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. ഉള്ളിക്കൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടില്ലേ,
ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് ആ ഒരു കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇടുമ്പോൾ ഈ കറിക്ക് ഒരു ഭംഗി കിട്ടുവേ. നമ്മളിത് ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരം ഇത് പ്രസൻറ്റ് ചെയ്യാൻ നേരം ഈ കറികൾക്കൊരു ഭംഗിയും കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം കൂടും. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ ടിപ്സൊക്കെ ഇടുന്നത് കേട്ടോ. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് അറിയാമല്ലോ, വിഷാംശം ഒന്നുമില്ല ഒന്നിലും. മാങ്ങയാണേലും ചക്കക്കുരു ഒക്കെ ആണേലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നത് കഴിയുന്നതും അത് കൂടുതൽ ഉപയോഗിക്കാൻ നോക്കണം. കാരണം ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് ഫുഡ് കഴിക്കാം. ഹെൽത്തിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.